നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു ഉപകാരപ്രദമായ ഇൽമായി അള്ളാഹു തീർക്കുമാറാവട്ടെ. കൈഫ കാന കലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം എപ്രകാരമായിരുന്നു? പല ആൾക്കാരും പല രീതിയിലാണ് സംസാരിക്കുക. ചില ആൾക്കാരുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് കേൾക്കാൻ തോന്നും, ചില ആൾക്കാരത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ പറ്റ ചുരുക്കിയിട്ട് തിരിയില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയേണ്ടതിനേക്കാൾ ഒരുപാട് ഒരുപാട് നീട്ടിപ്പരത്തി പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം എങ്ങനെയായിരുന്നു എന്നുള്ള ആയിഷത്ത് റളിയല്ലാഹു അൻഹാ മാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്റുദു സർദക്കും ഹാദാ. നിങ്ങളിങ്ങനെ സ്പീഡിൽ സംസാരിച്ചടിക്കുന്നത് പോലെ അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ സംസാരിച്ചിരുന്നില്ല. പെടോന്ന് തന്നെ സംസാരിക്കാൻ കോതം കെട്ട് വളരെ വേഗത്തിൽ വലാകിന്നഹു കാന യതകല്ലമു ബികലാമിൻ ബയ്യിനിൻ ഫസ്ലിൻ യഹ്ഫളുഹു മൻ ജലസ ഇലൈഹി. വളരെ വ്യക്തമായ സംസാരം, ഫസ്ലിൻ, ഓരോ വാക്കുകളും വേറെ വേറെ ഇങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വ്യക്തമായ സംസാരമായിരുന്നു. യഹ്ഫളുഹു മൻ ജലസ ഇലൈഹി. അത് കേൾക്കുന്ന ആളുകൾക്ക്, കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനപ്പാടാക്കാൻ പറ്റും. ആ വിധത്തിൽ വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് വേർതിരിഞ്ഞുകൊണ്ടുള്ള സംസാരമായിരുന്നു. അല്ലാതെ അങ്ങനെ അതിവേഗം സംസാരിക്കുന്ന രീതിയല്ല. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അത്രയും മധുരമുള്ള സംസാരമായിരിക്കും, അത്രയും ആകർഷകത്വം ഉണ്ടാവും. പക്ഷെ അതിവേഗം സംസാരിക്കുന്ന രീതിയായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുഭാഗത്ത് പലരും, ചില ആൾക്കാർ വേഗം കൊണ്ട് പറയും, ചില ആൾക്കാർ വളരെ സാവകാശം പറയുന്നവരുണ്ടാവും. ഇരിക്കുന്നവർക്ക് മനപ്പാടാക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ വ്യക്തമായ പിരിഞ്ഞ വാക്കുകൾ പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന സംസാരമായിരുന്നു. അത് ഓരോരുത്തർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു കഴിവാണ്. നമ്മളെ സംസാരം നമുക്ക് മാറ്റാൻ കഴിയില്ല. മാത്രമല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഈദുൽ കലിമത സലാസൻ. ഒരു വാക്കെന്നെ 3 വട്ടമൊക്കെ ആവർത്തിക്കുമായിരുന്നു. ലി തുഖല അൻഹു, ആളുകൾക്ക് ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി 3 വട്ടമൊക്കെ പറയും ചില വാക്കുകൾ. അപ്പൊ പിന്നെ ആർക്കും ഇനി കിട്ടാക്കൂലല്ലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും കേൾക്കാത്തവരുണ്ടാവും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം. ഘോര സംസാരമായിരുന്നില്ല എന്നർത്ഥം. വളരെ വാക്കുകളും കലിമത്തുകളും പിരിഞ്ഞ് ഉള്ള സംസാരം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ രീതി കേട്ടോളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് തന്നെ 3 വട്ടം ആവർത്തിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് ചെറുതാണ്. ഇങ്ങനെയായിരുന്നു നബി തങ്ങൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും വളരെ 3 പ്രാവശ്യം പറയുമായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് വാക്കുകളൊക്കെ പിരിഞ്ഞ് വ്യക്തമായി ഈ രീതിയായിരുന്നു റസൂലുള്ളാഹി. അത് മാത്രമല്ല, ഇത് 3 വട്ടം പറയും. മനസ്സിലാക്കേണ്ട കാര്യമാണെങ്കിൽ 3 വട്ടം പറയും. നമുക്കൊന്നും കേൾക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. അള്ളാഹു കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് മഹ്ശറയിൽ നൽകുമാറാവട്ടെ. ഹസൻ ബിൻ അലി, ഫാത്തിമ ബീവിൻ്റെ മകൻ ഹസൻ എന്നവർ പറയുന്നൊരു ഹദീസാണ് അടുത്തത്. സഅൽതു ഖാലി ഹിന്ദ് ബിൻ അബി ഹാല, എൻ്റെ അമ്മാവൻ അബു ഹിന്ദ് ബിൻ അബി ഹാലയോട് ഞാൻ ചോദിച്ചു. വക്കാന വസ്വാഫൻ, അദ്ദേഹം
ഒരു വർണ്ണിക്കുന്ന ആളായിരുന്നു. വഖുൽതു സിഫ് ലി മന്തിഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നബി തങ്ങളുടെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ എനിക്കൊന്ന് വിവരിച്ചു തരണം. എങ്ങനെയായിരുന്നു നബിൻ്റെ സംസാരമെന്ന് എനിക്കൊന്ന് വിവരിച്ചു തരണം എന്നാണ്. അപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ വിവരണത്തിന് കഴിവുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തവാസിലൽ ലഹ്സാനി. ഈ ദുഃഖം ചേർന്ന ഒരാളായിരുന്നു. അങ്ങനെ എല്ലാ സമയത്തും ദുഃഖിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം ഇതാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നല്ല, ദുഃഖം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ദായിമൽ ഫിക്രത്തി, എല്ലാ സമയത്തും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, വെറുതെ ഇരിക്കൂല, അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പറയും ഭയങ്കര ദുഃഖമുണ്ട് എന്ന്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഇരിക്കൂല, വെറുതെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അടുത്ത്, വെറുതെ ഇരിക്കുകയാണെങ്കിൽ. പക്ഷെ നബി ആഴത്ത് ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് കാണുക. തവീലു സക്തി ലൈസ ലഹു റാഹത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിശ്രമം എന്നൊന്നില്ല, എപ്പോഴും പണിയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് അറിഞ്ഞിട്ട് കിടന്നുറങ്ങല്ലേ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് പോകല്ലേ ചെയ്യുക. അങ്ങനെയല്ല നബി തങ്ങൾ. എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല, ആസ്വാദനങ്ങളോ ഒന്നുമില്ല, അതിങ്ങനെ ആലോചനയായിരിക്കും. ദായിമസ്സു തൊവീല സക്തി, ദീർഘമായി മൗനമായിരുന്നു. എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. നബി ഇരിക്കുന്ന മജ്‌ലിസിൽ നബി സംസാരിക്കുന്ന സമയം കുറവായിരിക്കും, അങ്ങനെ ആലോചിച്ചിരിക്കുക ചെയ്യുക. ഒരുപാട് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുക. ഒരു നേതാവ് ഇപ്പോൾ അങ്ങനെയാണ്. ലാ യതകല്ലമു ഫീ ഗൈരി ഹാജ, ആവശ്യത്തിലല്ലാതെ ഒന്നും സംസാരിക്കില്ല. നമുക്കും പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു ഗുണമാണത്. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, അവൻ്റെ തൊള്ള അടങ്ങിക്കൂല, അല്ലെങ്കിൽ പറയും അവൻ്റെ നാവ് അടങ്ങൂല എന്ന് പറയും, അല്ലെങ്കിൽ പറയും അവൻ എപ്പോഴും ചലിച്ചുകൊണ്ടാണ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, അപൂർവമായിട്ട് സംസാരിക്കും ആവശ്യത്തിന്. യഫ്തതിഹുൽ കലാമ വയഖ്തിമുഹു ബിസ്മില്ലാഹി തആല. സംസാരം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും വളരെ ഗൗരവത്തിൽ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ് സംസാരിക്കുക. അവസാനിപ്പിക്കുന്നത് അള്ളാഹിൻ്റെ നാവ് പേര് കൊണ്ടാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട്, നീ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട്. യതകല്ലമു ബിജവാമിഇൽ കലിമി, സംസാരിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളായിരിക്കും സംസാരിക്കുക. അതൊരു ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ, ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് സംസാരിക്കുക. കലാമുഹു ഫസ്ലുൻ, നബിൻ്റെ സംസാരം ഇങ്ങനെ വാക്കുകൾ പിരിഞ്ഞു നിൽക്കുന്ന സംസാരമാണ്. അങ്ങനെ ചേർന്ന് ഒറ്റ ശ്വാസത്തിന് ഒന്നിച്ചോട് പറയുന്നതല്ല. ലാ ഫുളൂല വലാ തഖ്സീർ, ആവശ്യത്തിന് എത്രയാണോ പറയേണ്ടത് അതിലധികം പറയില്ല. വലാ തഖ്സീർ, നാം മനസ്സിലാകാത്ത വിധം അങ്ങോട്ട് ചുരുക്കൂല. പറ്റങ്ങോട്ട് ചുരുക്കിയിട്ട് എന്താ പറഞ്ഞത്, എന്ത് പറ്റാ പറഞ്ഞത്, നിങ്ങളെന്താ പറഞ്ഞത്, ഒന്നുകൂടിയും പറയുന്ന അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ പറയേണ്ടി വരില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സംസാരത്തിന്. എന്നാലോ ഒരുപാട് നീട്ടി ഇങ്ങനെ എന്തിനാ പറയണം, അങ്ങനെയില്ല. നമ്മളൊക്കെ പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് വാക്കേ. എൻ്റെ സംസാരം കേൾക്കുന്ന നമ്മളിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരു വോയിസ് വിടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വോയിസ് വിടുന്ന കാലമാണല്ലോ, 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉണ്ടാവും. എന്തിന്, ഒന്നുമില്ല, ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് മതിയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, നിങ്ങൾക്ക് ആ 3 മിനിറ്റ് വിട്ട സാധനം 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കണ്ടേ. പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. എന്നാൽ പിന്നെ ഒരു പറയേണ്ട കാര്യം 2-3 സെക്കൻഡ് പറഞ്ഞായിട്ട് കേട്ട ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ലാ ഫുളൂല വലാ തഖ്സീർ. നമ്മൾ സംസാരിക്കുന്ന വോയിസുകൾ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾ ഒഴികെ, നമ്മുടെ വിദ്യാർത്ഥികൾ അല്ല, അല്ലാത്തവരൊക്കെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 30 സെക്കൻഡിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഞാനും അങ്ങോട്ട് തന്നെ തിരിച്ചങ്ങനെ കൊടുക്കാറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു വിഷയം ചോദിക്കുകയാണെങ്കിൽ, പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ നീട്ടി 1 3 മിനിറ്റൊക്കെ ഉണ്ടാവും. എത്ര സമയമാണ് നമ്മൾ നഷ്ടപ്പെടുക. ഒരു പണിയില്ലാത്തവർക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ. വോയിസ് കേൾക്കണ പണി മാത്രമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമുക്ക് അതല്ലല്ലോ. കിതാബ് ഓതി കൊടുക്കണം, കിതാബ് നോക്കണം, എഴുതണം,
അങ്ങനെ ഒരുപാട് ചിന്തിക്കണം, ആലോചിക്കണം, ഒരുപാട് പണിയുള്ളതാണ്. ഇന്നലെ ഒരാൾ, എനിക്ക് പരിചയമുള്ള ആളൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ മസല ചോദിക്കുന്ന ആളാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മൂപ്പര് വാട്സപ്പിൽ ഞാൻ സുബഹിക്കരിച്ച് പോകുമ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് വിട്ടു. ഞാൻ വാട്സപ്പ് നോക്കിയില്ല. അപ്പോൾ അതിന് മൂപ്പര് മിസ്സടിക്കുകയാണ്, നോക്കാൻ വേണ്ടി മിസ്സടിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കി, എനിക്ക് തോന്നി, മിസ്സടിച്ചപ്പോൾ തോന്നി എന്തോ മെസ്സേജ് നോക്കാനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേ, ഈ വോയിസ് ഇട്ട ആൾക്കാരെല്ലാം കൂടെ മിസ്സടിക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത്. ഇതിപ്പോൾ ചോദിച്ചാൽ അപ്പം തന്നെ മറുപടി കിട്ടണം, ഇതൊന്നും നമുക്കെടുത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പം നോക്കിയപ്പോൾ ഒരു മസലയാണ്, അടിയന്തര കേസൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ, എല്ലാവരും എത്ര വോയിസ് എനിക്ക് വരുന്നുണ്ട്, എല്ലാവരും മിസ്സടിച്ച് എൻ്റെ ഫോൺ ഓഫാക്കി പോകേണ്ടി വരില്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മളിങ്ങനെ നീട്ടി പറയുമ്പോൾ അത് കേൾക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. പാറ്റ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. എന്തേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാവും. ലൈസ ബിൽ ജാഫി വലൽ മുഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരല്ല, ആളുകളോട് ഇങ്ങനെ പരിക്കൻ സ്വഭാവത്തിൽ പെരുമാറുന്ന ആളല്ല. മോശം സ്വഭാവത്തിൻ്റെ ആളാണ് ജാഫി. ആൾ പെരുമാറാൻ പറ്റൂലേ, യായി സ്വഭാവമാണ്. നമ്മൾ കണ്ടില്ലേ, ചില ഓഫീസിലോ ഈ ചില ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ യാതി എന്തെങ്കിലും വന്ന് അവിടെ പറയും അങ്ങനെ ഭയങ്കര, അങ്ങനല്ല, വളരെ സോഫ്റ്റായിട്ടുള്ള സ്വഭാവമാണ്. വലൽ മുഹീൻ, ഒരാളെയും നിസ്സാരാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെയും, നബി എത്രയോ വലിയ ആളാണ്, എന്നാൽ ഒരാളെ ചിരിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരം കൊണ്ടോ സംഭാഷണം കൊണ്ടോ നിസ്സാരാക്കിയിട്ട് ഒരാളെക്കുറിച്ചും സംസാരിക്കില്ല. എല്ലാവരും വലിയവനാണ്. ഓർക്കൊന്നും അറിയില്ലേ, ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഓനൊന്നും അറിയില്ലേ, ആ പെണ്ണിനൊന്നും വെക്കാൻ അറിയില്ലേ, അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ. എന്താ ഇപ്പം നമ്മൾ നിസ്സാരാക്കി സംസാരിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയോ? അപ്പം അങ്ങനെ ഒരാൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പല പോരായ്മയുള്ള ആളുകളായിരിക്കും, അവരെ പോരായ്മ നമുക്ക് അറിയുള്ളൂ. അപ്പം എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ആളോട് നിസ്സാരാക്കിയിട്ട് സംസാരിക്കാൻ പാടില്ല. അത് ദുസ്വഭാവമാണ്. യാദ്ലിമുൻ നിഅമത്ത, ഏത് അനുഗ്രഹങ്ങളെയും വലുതായിട്ട് കാണും. വൈന്ദക്കത്ത്, എത്ര ചെറിയതാണെങ്കിലും. നിങ്ങൾക്കിപ്പോൾ ഒരാളൊരു സാധനം തന്നു, പിന്നെ ഇതിൻ്റെ മുന്നിൽ പലരും പല ഹദിയും കൊടുക്കൂലേ. അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരാളെന്തോ ഒരു ഗൾഫിൽ നിന്നോ മറ്റോ വന്നപ്പോൾ ഒരു മുട്ടായി ഉണ്ടോന്നു, ആകെ 3 മുട്ടായി വില പറഞ്ഞ്. അപ്പോഴും ഈ നല്ല ചോക്ലേറ്റ് നല്ല കെട്ടുകണക്കിനുണ്ടോന്ന്, അപ്പോഴും ഒരേ സമീപനം. അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം, ഒരു സ്വഭാവം. എത്ര ചെറുതാണെങ്കിലും അതിനെ വലുതായിട്ട് കാണുന്ന, അതിനൊരു മഹത്വപ്പെടുത്തി കാണുന്ന രീതിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ലാ യദുമു മിൻഹാ ഷൈഅൻ, ഒന്നിനെയും കുറ്റം പറയില്ല. ഗൈറ അന്നഹു ലം യകുൻ യദുമു ദവാഖൻ വലാ യംദഹു, ഒരു രുചിക്കുന്ന സാധനമാണെങ്കിൽ പോലും അതിനെ കുറ്റം പറയില്ല. വലാ യംദഹു, എന്നാൽ പിന്നെ മദഹും പറയില്ല. അപ്പോൾ ചെറിയ സാധനമാണെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ മദഹ് ചെയ്യുക? ഇത് ഭയങ്കര ഉഷാറാട്ടോ, അത് പറയാൻ പറ്റില്ലല്ലോ. ഉഷാറുള്ളതിനെ കുറിച്ചല്ലേ ഉഷാറെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ കുറ്റം പറയില്ല. കുറ്റം പറയേണ്ട അത്രയും നിസ്സാരമായ സാധനമാണെങ്കിൽ പോലും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറയില്ല, മദഹും പറയില്ല. ആ സ്വഭാവം നമുക്കുണ്ട്. അത് ഭയങ്കര ഉഷാറായിട്ടോ, ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തത്, നമ്മളെ മനസ്സിലില്ലാത്തത് കൊണ്ട് പുകഴ്ത്തുക. മനസ്സിലുള്ളതല്ലേ പുകഴ്ത്താൻ പാടുള്ളൂ, അർഹിക്കുന്ന പുകഴ്ത്തലല്ലേ പാടുള്ളൂ, അർഹിക്കാതെ പുകഴ്ത്തൽ പാടില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താവില്ല, വെറുതെ കുറ്റപ്പെടുത്തൂല്ല നിസ്സാരമായ സാധനം എഴുതിയിട്ട്. എന്നാൽ പിന്നെ ഇല്ലാത്ത ഗുണമേന്മയും മറ്റുമൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളെന്നാ സാധനം തന്നില്ലേ, അത്തറ് എന്താ സാധനം, അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ആണെങ്കിലേ പറയാൻ പാടുള്ളൂ. എന്നാൽ പിന്നെ കുറ്റം പറയാം, അതൊരു വാസനയാണ്, അതെനിക്കിഷ്ടപ്പെട്ടില്ലേ,
അത് ഞാൻ വേറെ ആൾക്ക് കൊടുത്തേക്കാണേ എന്നൊക്കെ പറയുന്നത് നിസ്സാരപ്പെടുത്തലാണ്. അവൻ പറയേണ്ട ആവശ്യമില്ല. വലാത്തുള്ളി ബഹുദ്ദുന്യ, ദുന്യാവ് ഒരിക്കലും നബിയെ ദേഷ്യം പിടിപ്പിക്കാറില്ല. ദുന്യാവ് ഒരിക്കലും വിശ്വല്ലാ നിങ്ങളെ ഒരു ലൈറ്റ് പോയാൽ, ഒരു കിടക്കണ പായ ശരിയായിട്ടില്ലെങ്കിൽ ഒരിക്കലും, ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ ഉസ്താദൊക്കെ അങ്ങനെയായിരുന്നു. ദുന്യാവിൻ്റെ വിഷയത്തിൽ ഒരു വിഷയത്തിനും ദേഷ്യം പിടിക്കൂല. മൂപ്പര കാര്യത്തിലാണെങ്കിൽ ദുന്യാവ് ഒരിക്കലും ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നില്ല. ഒരു വണ്ടി കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വിളിച്ച വണ്ടി പോകുന്നില്ല, ഇതൊക്കെ ദുന്യാവാണല്ലോ. അങ്ങനത്തെ ഓരോ കാര്യം അതിനൊക്കെ ഒരു ക്ഷമയോടുകൂടി ഇങ്ങനെ നേരിടുക. ദുന്യാവ് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നില്ല. വലാമാക്കാന ലഹ, ദുന്യാവിൻ്റെതായിട്ടുള്ള ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുന്യാവിന് വേണ്ടിയുള്ളതായ ഒന്നും നബി തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നില്ല. ചോറ് കിട്ടിയില്ല, കഞ്ഞി കിട്ടിയില്ല, ചായ കിട്ടിയില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അതൊക്കെ ദുന്യാവല്ലേ, അത് ദേഷ്യം പിടിക്കേണ്ട സാധനമല്ലല്ലോ. വൈദാ തുഅദ്ദിയ ഹഖു ലം യഖും ലിഗളബിഹി ശൈഉൻ ഹത്താ യൻതസിറ ലഹു. സത്യത്തോട് അതിക്രമം കാണിക്കപ്പെട്ടാൽ ലം യഖും ലിഗളബിഹി ശൈഉൻ, നബിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും. ദീനിൻ്റെ വിഷയത്തിൽ അതിക്രമം ചെയ്യപ്പെട്ടാൽ നബിക്ക് ദേഷ്യം പിടിക്കും. പിന്നെ ഒരു സമ്മാനം കൊടുത്താൽ ആ ദേഷ്യം അടക്കാൻ കഴിയില്ല. ഹത്താ യൻതസിറ ലഹു, എന്ത് ചെയ്യും? ആ സത്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളും. അതിൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഏതോ ബനൂ ഖുറൈളക്കാരോടൊക്കെ യുദ്ധം ചെയ്തതിൻ്റെ കാരണം കാണുന്നുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയെ മാർക്കറ്റിൽ ജൂതന്മാർ അവഹേളിച്ചതാണ്. നബിക്കങ്ങോട്ട് ദേഷ്യം പിടിച്ചു. എന്നാൽ പിന്നെ യുദ്ധം, പിന്നെ ഒരു ഹദിയയും സമ്മാനമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ യുദ്ധം. ഒരു പെണ്ണിനെ അവഹേളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമിച്ചതാണ്. മുസ്ലിമീങ്ങളെ നിസ്സാരാക്കണം, നിന്ദിയാക്കണം എന്ന് കരുതിയിട്ട് ഒത്തൊരുമിച്ചതാണ്. അതേപോലെ 2,00,000 വരുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, റോമുകാരോട് യർമൂക്കിൽ, യർമൂക്കല്ല, തബൂക്കിൽ അല്ലേ. ഇവരാകെ 30,000 ആൾക്കാരോ 10,000 ആൾക്കാരോ ഉള്ളത്. നബിൻ്റെ ദൂതനെ കൊന്നതാണ് പ്രശ്നം. അതിന് വലിയ സാമ്രാജ്യമാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല. നബിൻ്റെ ഒരു ദൂതനെ കൊന്നു, എന്നാൽ പിന്നെ അതിന് പ്രതികാരം ചെയ്തേ അടങ്ങും. അതിന് പിന്നെ ആരും സമ്മാനം കൊടുത്തിട്ടും കാര്യമില്ല, ആരും ഒതുക്കിയിട്ടും കാര്യമില്ല. നബിൻ്റെ ദേഷ്യം അസത്യം ആണെങ്കിൽ അതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം. സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു ടീം, അതിന് മൂപ്പർക്ക് ദേഷ്യം പിടിച്ചില്ലേ? ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹിൻ്റെ അതേ ഖലീഫല്ലേ, ദേഷ്യം പിടിക്കാതിരിക്കും? മൂപ്പരെ കാര്യത്തിന് മൂപ്പർക്ക് ഒരു ദേഷ്യമില്ല. മൂപ്പർക്ക് ദുനിയാവ് കിട്ടിയോ കിട്ടിയില്ലേ അതൊന്നും ഒരു വിഷയമല്ല. സക്കാത്ത് കൊടുക്കില്ല, അത് നബിക്ക് കൊടുക്കുക. അല്ലാഹ് പറഞ്ഞത് നബിനോട് സക്കാത്ത് വാങ്ങാനാണ്. അത് നബി കഴിഞ്ഞാൽ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് തരൂല പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, അങ്ങനെയാ? ഒരു ഹക്കിനെ ഖുർആനിൽ സക്കാത്ത് എന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ പറയാം. അങ്ങനെ നബിൻ്റെ കാലം കഴിഞ്ഞാൽ സക്കാത്ത് കഴിഞ്ഞു എന്നോ? അള്ളാൻ്റെ റസൂലിന് ഒരു ഒട്ടകം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വരെ ഇതിനൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചിന്. നിങ്ങളിപ്പോൾ ഇതിനൊക്കെ യുദ്ധം ചെയ്യുക എന്താ അപ്പോൾ ഇത്? ഞാൻ ചെയ്യും യുദ്ധം. മൂപ്പര് ഇത്രത്തോളം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ സക്കാത്ത് കൊടുത്തപ്പോൾ ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കയറ് കൊടുത്തിരുന്നെങ്കിൽ ആ കയറ് വരെ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കെട്ട് ഇറങ്ങിയതാ. അള്ളാൻ്റെ റസൂലിന് സക്കാത്ത് കൊടുത്തപ്പോൾ, മൃഗത്തിന് ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തപ്പോൾ അതിനെ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു കയറ് കൊടുക്കൂലേ, ആ കയർ അബൂബക്കറിന് തന്നിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒറ്റക്കെട്ട് ഇറങ്ങി. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവർ പറഞ്ഞത് ശരി തന്നെയാണല്ലോ. അവിടെയാണ് ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ രംഗത്തിറക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആവട്ടെ,
വലാ യഗ്ദബുൽ നഫ്സി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കലും ദേഷ്യം പിടിച്ചിരുന്നില്ല. വലാ യന്തസുറ ലഹ, അതിനു വേണ്ടി പ്രതികാരവും ചെയ്തിരുന്നില്ല. ഒരു അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഒരു അറാബി കഴുത്തിലുണ്ടായിരുന്ന ആ മുണ്ട് അല്ലേ, രിദാ എന്ന് പറയും, ഇങ്ങനെ ഇടും, രിദായേ ഒരൊറ്റ വലി, നല്ല കരിമ്പടായിരുന്നു. അതിലെന്ത് ചെയ്തു, ആ കരിമ്പടത്തിൻ്റെ അത് രോമം ഒന്നായിട്ട് ഇവിടെ ഇങ്ങോട്ട് ചുവന്നു, ഒന്നായിട്ട് ഇങ്ങോട്ട് ചുവന്നു നല്ല രക്തം പൊടിയുന്ന രീതിയിലേക്ക് എത്തിപ്പോയി. എന്നിട്ട് എന്താ ഉണ്ടായത്, അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. സ്വന്തത്തിന് വേണ്ടി പ്രതികാരമുണ്ടായിരുന്നില്ല. ഇത് അഷാറ ബികഫിഹി കുല്ലിഹ, ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുൻകൈ കൊണ്ട് മൊത്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇങ്ങനല്ല, ഇങ്ങനെയായിരുന്നു. ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരു തെറ്റിദ്ധാരണയൊക്കെ തീർക്കാൻ ഈ രീതിയിലായിരുന്നു കൈ ഒന്നിച്ചും കൂടെ പൊന്തിക്കുമായിരുന്നു. ഒരാവശ്യത്തിന് വേണ്ടി അഹങ്കാരികളാണത്രേ എന്നൊക്കെ പറയും. ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിലൂടെ പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം, അതിലൂടെ എന്നല്ല, അതിലൂടെ ആ മൊത്തം കൈ അതിലൂടെ അങ്ങോട്ട് പോയത്. അങ്ങനെ ആൾക്കാർ രണ്ട് രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത്? അവിടെ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് ഒറ്റ വിരലുകൊണ്ടല്ല റസൂൽ പറയാം, അങ്ങോട്ട് പോയിക്കോളൂ, മൊത്തം കൈ കൊണ്ടായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇങ്ങോട്ട് വരൂ എന്ന് ഒറ്റ വിരലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഇങ്ങോട്ട് വരൂ, മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, അതൊരു പരിഗണനയാണ്. വൈദാ തഅജ്ജബ ഖലബഹ, അത്ഭുതപ്പെടുമ്പോൾ അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ കയ്യിനങ്ങനെ മറിക്കും. അത്ഭുതപ്പെടുമ്പോൾ കയ്യിനെ മൊത്തം മറിക്കുക ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും വിരലൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് അബലപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മറ്റേ വിരലൊക്കെ കൊടുക്കണേ, തമ്പുനീലോ, അങ്ങനല്ല. അത്ഭുതം, നല്ല പ്രവർത്തനം, കൈകൊണ്ട് അങ്ങനെയായിരുന്നു. വൈദാ തഹദ്ദസ ഇത്തസ്വല ബിഹാ വദറബ ബിറാഹത്തിഹി ലിംനാ ബത്ന ഇബ്ഹാമിഹി ലിസ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരം വിരലിനോട് ചേർന്ന് നിൽക്കും. അഥവാ വിരലൊക്കെ ഉയർത്തിയിട്ട് തന്നെയാണ് സംസാരിക്കുമ്പോൾ നമ്മുടെ വിരലുകളൊക്കെ ആംഗ്യം കാണിക്കൂലേ, അതാണ് ഇത്തസ്വല ബിഹ എന്ന് പറയുന്നത്. അതേസമയത്ത് വദറബ ബിറാഹത്തിഹി ലിംനാ അലാ ബത്ന ഇബ്ഹാമിഹി ലിസ്റ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്തൊക്കെ തൻ്റെ വലത് കൈയിൻ്റെ റാഹത്തിന് ഇടത് കൈയിൻ്റെ തള്ളവിരലിൻ്റെ പള്ളയിലടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അറിയില്ലേ. വദറബ ബിറാഹത്തിഹി ബത്ന ഇബ്ഹാമിഹിൽ ഇസ്റ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വൈദാ ഗളിബ അഗ്റള വഅശാഹ വൈദാ ഫരിഹ ഗല്ല തറഫഹു ജുല്ലു ലഹികിഹി തബസ്സും യഫ്തറു അൻ മിസ്ലി ഹബ്ബിൽ ഗമാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അറള, നബി അവഗണിക്കും. അശാഹ, അതന്നെ, അങ്ങോട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ മുഖം തിരിക്കും. ദേഷ്യം പിടിച്ചാൽ നബി ഇങ്ങോട്ട് മാറി നിൽക്കും, അവഗണിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി വർത്താനം പറയുന്നില്ല, അങ്ങനെ പരിധി വിട്ടിട്ട്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നബി തല തിരിക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക, ആ വിഷയത്തിലേക്ക് തീരെ ശ്രദ്ധിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളുണ്ടാവുക. പല ദേഷ്യം പിടിക്കേണ്ട കാര്യം ഉണ്ടാവുമല്ലോ. വൈദാ ഫരിഹ, സന്തോഷമാണെങ്കിൽ ഗല്ല തറഫഹു, കണ്ണിങ്ങനെ അടക്കും. സന്തോഷത്തിൻ്റെ അടയാളം സഹാബത്തിന് വായിച്ചെടുക്കാൻ കഴിയും. ജുല്ലു ലഹിക്ക്, നബിയുടെ മിക്ക ചിരിയും എന്ന് പറയുന്നത് അത്തബസ്സുമ, പുഞ്ചിരിയാണ്. മുഴുവൻ ചിരി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. ചിരി എപ്പോഴും പുഞ്ചിരി. യഫ്തറു അൻ മിസ്ലി ഹബ്ബിൽ ഗമാം, നല്ല പുഞ്ചിരിയായിരുന്നു.
ഹബ്ബുൽ ഗമാമ് എന്ന് പറഞ്ഞാൽ അലീമ്പഴം എന്നൊക്കെ പറയില്ല, നല്ല ഐസ് പോലെയുള്ള നല്ല വെളുത്ത തെളിഞ്ഞ തിളക്കമുള്ള ചിരിയായിരുന്നു. ഹബ്ബുൽ ഗമാമ് എന്ന് പറഞ്ഞാൽ അലീമ്പഴം എന്നൊക്കെ പറയാം, ആകാശം എന്നൊക്കെ വീട് കണ്ടില്ലേ, ഒരു മഞ്ഞ്, ഒരു ഐസ് കട്ട എന്നൊക്കെ പറയാം. ഈ ഐസ് കട്ട പോലെയുള്ള ചിരി എന്ന് വെച്ചാൽ തെളിഞ്ഞ ആ പല്ലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ നല്ല പ്രകാശമുള്ള. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമ്പോൾ ചുമരിൽ വരെ അതിൻ്റെ പ്രകാശം പതിഞ്ഞിരുന്നു എന്നാണ്. ആ പല്ലിൻ്റെ ആ പ്രകാശം അങ്ങനെ അത് ചുമരിലേക്ക് വരെ അതിൻ്റെ ഒരു ലൈറ്റ് അടിക്കുമായിരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ബഹുമാനപ്പെട്ട എൻ്റെ അമ്മാവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സംസാരത്തെ വർണ്ണിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് ഫാത്തിമ ബീവിയുടെ പുന്നാരപുത്രൻ ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും സുന്നത്തുകളും പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ നോമ്പും ഖുർആനും എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരുപാട് രോഗികളുണ്ട്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം അള്ളാഹു ഹബീബായ മുത്തനബിൻ്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും അവർക്കും അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.